നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോമതി ഇന്ദിരാമയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണോ അച്യുതന് എന്തായി ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും ഇന്ദിരാമയും ഗോമതിയുടെ ഞെട്ടലോട് കൂടിയിട്ടാണ് തിരിഞ്ഞ് അച്യുതനെ നോക്കുന്നത്. അച്യുതൻ വന്നിട്ട് ചെന്താമ്മേ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അത് ഞാൻ ഗോമതിയോട് സംസാരിക്കുമായിരുന്നു. എന്തിനാ ഇവളോടൊക്കെ സംസാരിക്കണ്ടേ? അതിന്റെ ആവശ്യം എന്താ അമ്മയ്ക്ക് നാണമില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാത്ത പാവം എന്റെ അനുജനെ കള്ളനാക്കിയവരാ ദേഹമംഗലത്തുള്ളവര്. എന്നിട്ട് അമ്മയ്ക്ക് നാണമുണ്ടോ അപ്പോ ഇന്ന് സംസാരിക്കാനായിട്ട്? എല്ലാരും കൂടെ ഇത്രയും കാലം ധർമ്മനെ തലയെ കയറ്റി വെച്ചോണ്ടിരുന്നു. ആവശ്യം കഴിഞ്ഞ് ഇനിയിപ്പൊ കറിവേപ്പിലെ പോലെ അവനെ എടുത്തു കളഞ്ഞു. ഗോമതി സ്റ്റോഴ്സിൽ കിടന്ന് ഒരു പട്ടിയെ പോലെ പണിയെടുത്തവനാ എന്റെ അനുജന്. എന്നിട്ട് കണ്ടില്ലേ, 25,000 രൂപയുടെ പേരില് അവനെ നിഷ്കരണം വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു. പിന്നെ അനാവശ്യം എന്തിയാ നിങ്ങളുടെ പുണ്യാളനായ ബാലൻ? അയാൾ ഒറ്റയൊരുത്തന എല്ലാത്തിനും കാരണം. എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? ബാലൻ എന്ന് പറയുമ്പത്തേനും അങ്ങോട്ട് തേനൊഴുകുമായിരുന്നല്ലോ ഇവിടെ എന്റെ അമ്മയ്ക്കും ധർമ്മനൊക്കെ. ഇപ്പൊ ധർമ്മൻ എന്താണല്ലോ പഠിച്ചു അല്ലേടാന്ന് ചോദിച്ചു. ധർമ്മനൊന്നും മിണ്ടാ നിൽക്കുകയാണ്. ആ സമയം അച്യുതൻ പറഞ്ഞു, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ ആരാന്ന് ബാലൻ അറിയാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതിനെന്താണെങ്കിലും നിങ്ങൾ രണ്ടാമതൊന്ന് ജനിക്കണം. ആ ജന്മത്തിൽ നടക്കില്ല. എന്റെ ബാലേട്ടനെ എങ്ങാനും തൊട്ടാണ്ടല്ലോ വിവരം അറിയും. എന്റെ ബാലേട്ടനുമായിട്ട് നേരിട്ട് ഏറ്റുപെട്ടാളെ ധൈര്യം കൃഷ്ണമംഗലത്ത് ആർക്കേലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, കാണിച്ചു തരാം. വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അച്യുതേട്ടാ വേണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഒന്ന് നീ വെറുതെ ഇരിക്കടാ, നിനക്ക് പേടി കാണുമായിരിക്കും. പക്ഷേ ഈ അച്യുതൻ അങ്ങനെയല്ല. അച്യുതൻ ആരെയും പേടിയൊന്നുമില്ല. ഒരു ബാലന്റെ മുന്നിൽ തല കുണിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീയേ കൃഷ്ണമംഗലത്തെ ആളാ, നിനക്കറിയാലോ. ഈ സമയത്ത് ഇന്ദിരാമ പറഞ്ഞു, എടാ ഒന്നും മിണ്ടാതെ പോകാൻ പറഞ്ഞു. ഇവിടെ അച്യുതനെ വിളിച്ചോണ്ട് ധർമ്മനെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഗോമതിയോട് ഇന്ദിരാമ പറഞ്ഞു, എല്ലാരും നല്ല ദേഷ്യത്തില. കാരണം ധർമ്മനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്കറിയാലോ. ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെയും ചെയ്യില്ലാന്ന്. പിന്നെ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ സമയം മുതലെടുക്കുക ചെയ്യുന്നേ കൃഷ്ണമംഗലത്തുള്ള എന്റെ ഏട്ടന്മാര്. അധികം നാളൊന്നും അവൻ അവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ. കണ്ടോ, അവൻ എന്റെ അനുജനാണെങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അല്ലെങ്കിലും അവൻ ഈ വീട്ടിൽ വരാതെ ഒരു സമാധാനം കിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ ചേച്ചിയുടെ അടുത്ത് അവൻ വരാതെ അവനെ എങ്ങോട്ട് പോവാനായിട്ടാ. ഇതും പറഞ്ഞിട്ട് സങ്കടത്തോട് കരഞ്ഞുകൊണ്ടാണ് ഗോമതി ദേവമംഗലത്തേക്ക് തിരികെ കയറി പോരുന്നത്. ഇന്ദിരാമ്മയ്ക്കും ഭയങ്കര വിഷമമായി പോയി. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം അവിടെയായിരുന്നല്ലോ നിന്നെ. അത് മാത്രമല്ല, ഈ കൃഷ്ണമംഗലം എന്ന് പറയുന്നുണ്ടെങ്കിലും കൃഷ്ണമംഗലം ഗോമതിയുടെ പേരില്ല. ഗോമതി വന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് തൂത്ത് തുടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. ഇവിടെ ഈ പറയുന്ന ആർക്കും ഒരു അവകാശമില്ലെന്നുള്ള അറിയാം. എങ്ങാനും ഇനി ഇത് ബാലനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുന്നൊരു ചിന്ത ഇന്ദിരാമ്മയ്ക്കുണ്ട്. അതേ സമയത്ത് ധർമ്മൻ അച്യുതനോട് പറഞ്ഞു, എന്തിനാ ഏട്ടാ വെറുതെ വിടുന്ന് ചേച്ചിയോട് മസിൽ പിടിക്കാൻ പോയതാ? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ടെന്നോ? എടാ, നിന്നെ അവിടെ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ ഇത്രയും കാലം? നിന്റെ ഒരു ആയുസിന്റെ പകുതിയോളം നീ അവിടെ ചെലവഴിച്ചില്ലേ? എന്നിട്ട് എന്ത് നേടി നീ അവിടുന്ന്? നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ ഈ ചേട്ടന്മാര് കൈവിടാൻ പോകുന്നില്ല. ഗോമതി സ്റ്റോഴ്സ് വന്നിരിക്കുന്നു. ഗോമതി സ്റ്റോഴ്സിനേക്കാളും നല്ലൊരു കട നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അതോ അതിന്റെ തൊട്ടടുത്ത് തന്നെ. കണ്ടോ, ധർമ്മൻ അവിടെ ഇരിക്കണം. കൃഷ്ണമംഗലം അടുത്ത് ഇനി കൃഷ്ണമംഗലം സ്റ്റോഴ്സ് അവിടെ വരാനായിട്ട് പോകുന്നേ. നീ അവിടുത്തെ മാനേജർ പോസ്റ്റിൽ കയറി ഇരിക്കണോടാ. നീ ആയിരിക്കും അവിടുത്തെ കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. ഇത്രയും കാലം ഉള്ളി സബോളയും പൊതിഞ്ഞു കൊടുത്തോണ്ടിരുന്നവരല്ലേ നീയാ. പലചരക്ക് സാധനങ്ങളും പൊതിഞ്ഞു കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ആ ബാലിനറിയാൻ പോകുന്നുള്ളൂ കൃഷ്ണമംഗലംകാരുടെ ബലം എന്താന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ധർമ്മന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ബാലേട്ടൻ സംസാരിക്കുന്ന ധർമ്മൻ വിചാരിച്ചില്ലോ. ധർമ്മ തന്നെ അതിൻ്റെതായ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുകന്യ പറഞ്ഞു, ധർമ്മേട്ടാ ഇങ്ങനെ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ലതല്ലേ? ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ. എവിടെയായാലും ഏതെങ്കിലും കടയിൽ ഇനിയും പോവാനായിട്ടോ? കിട്ടിയതൊന്നും പോരെ ധർമ്മേട്ടന്. കൃഷ്ണമംഗലംകാരുടെ വില കളയാനായിട്ട് ഏതെങ്കിലും കടയിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. അങ്ങനെയല്ലേ എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകുന്നേ. അപ്പൊ സുകന്യയുടെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ഉദയഭാൻ സാറിനെ കാണണം. സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം.
ഇനി ധർമ്മേണ്ണ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ തനിക്കും ധർമ്മേണ്ണ സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. ഈ സമയത്ത് ഗോമതി മുറി വന്നിരുന്ന് കരയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷി വന്നിട്ട് ചെന്താമ്മേ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല, എനിക്കറിയാം അമ്മയ്ക്ക് എന്തോ സങ്കടമുണ്ട്. അമ്മ കാര്യം എന്താ വെച്ചാൽ പറ. പിന്നീട് ഗോമതി ഇന്ദിരാമ്മയെ കണ്ട കാര്യങ്ങളൊക്കെ പറയണേ. എൻ്റെ അമ്മേ, അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഇപ്പം മാമന് അവരൊക്കെ പറയുന്ന കേട്ടിട്ട് ചിലപ്പോൾ അതൊക്കെ കേട്ടെന്നിരിക്കും. പക്ഷെ അധികം വൈകാതെ മാമൻ അവരുടെ സ്വഭാവം മനസ്സിലാക്കും. അല്ലെങ്കിൽ മാമൻ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് വരുമെന്നേ. അമ്മയെ കാണാതെ, നമ്മളൊന്നും കാണാതെ മാമൻ അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ അമ്മയുടെ ഒരു തോന്നൽ മാത്രം, മാമൻ ഇങ്ങോട്ട് വരില്ല എന്ന്. എന്നാലും ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോളെ. ഞാനോ ബാലേട്ടനോ എന്ത് വഴക്ക് പറഞ്ഞാലും അവനതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന. അമ്മേ, വഴക്ക് പറയുന്ന പോലെ അല്ലോ അത്. ഇതിപ്പോ കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയല്ലേ ചെയ്തേ, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതായിരിക്കും. സാരമില്ല അമ്മ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രീദേവിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുവാണെങ്കിലും ശ്രീദേവിയുടെ മനസ്സിൽ ധർമ്മനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാ. കാരണം കടയിൽ തിരക്ക് കൂടുമ്പോൾ ധർമ്മനുള്ള സമയത്താണ് എല്ലാത്തിനും ഓടിപ്പാഞ്ഞു നടക്കും. ബാലനും രാമേട്ടനും ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ധർമ്മൻ ഇല്ലാത്തൊരു കുറവ്, അതൊരു ഒന്നൊന്നര കുറവ് തന്നെയായിരുന്നു. ഇനിയിപ്പം മാമൻ ഈ കടയിലേക്ക് വരില്ല എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. താൻ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല. ഒരു പക്ഷെ താൻ ഈ കടയിൽ വന്നോണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും രാമേട്ടനും ബാലനും ഒക്കെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. ബാലൻ പറഞ്ഞു, അല്ലെങ്കിലും മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അതിന് മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ശ്രീദേവിക്ക് അറിയണമായിരുന്നു ആ പൈസ ആരാ എങ്ങനെ എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. ഒടുവിൽ ബാലനോട് പറഞ്ഞു, ബാലച്ച നമുക്കൊരു കാര്യം ചെയ്യാം, കടയിൽ ഒരു CCTV ദൃശ്യം പിടിപ്പിക്കാം. ഒരു CCTV ഉണ്ടെങ്കിൽ കാര്യങ്ങൾ CCTV പിടിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം. ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലൻ പറഞ്ഞു, അത് ശരിയാ മോളെ, ഞാനും അതിനെക്കുറിച്ച് ഓർക്കായിരുന്നില്ല. വീട്ടിൽ കൊണ്ട് CCTV ഒക്കെ പിടിപ്പിച്ചു, പക്ഷെ കടയിൽ CCTV ഒന്നും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള മോഷണങ്ങളൊന്നും ഇതിനു മുമ്പ് നടന്നിട്ടും ഇല്ലായിരുന്നല്ലോ. ഈ സമയത്ത് ആനന്ദ് ഒരു കാര്യം വിചാരിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കള്ളൻ ഉദയഭാനുവിനെ കൈയോടെ പിടികൂടണം. തൻ്റെ കുടുംബത്തിലെ സ്വസ്ഥത സമാധാനം നശിപ്പിച്ച് തൻ്റെ മാമനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരൻ അയാൾ ഒറ്റ ഒരുത്തരാം. അയാൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് വിചാരിക്കുകയാണ്. ഇതേസമയം പതിവ് പോലെ തന്നെ പ്രാക്ടീസിന് പോയിട്ട് മിത്ര ആരും കൂടെ വരുവാണ്. അപ്പോഴേക്കുമാണ് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനും പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് കണ്ട് ഈ മിത്ര ഒന്ന് ഞെട്ടിപ്പോയി. ഇതാരാ പോലും, എന്താ അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നീട് മിത്ര ആരിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആരിന് എന്ത് ചെയ്തു, മിത്രയോട് പറഞ്ഞു, മിത്ര ഇത് സത്യമാണോ അങ്ങനെയൊന്നും അറിയത്തില്ല, ഒരു കാര്യം ചെയ്യാം, സ്റ്റേഷനിലേക്കൊന്നും വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന നമ്പറിലേക്കൊന്നും വിളിച്ചു നോക്കുകയാണ്. വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റേഷനിലേക്ക് ചെല്ലാൻ മിത്രയോട് ആവശ്യപ്പെട്ടു. മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോഴേക്കും ആരും പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ, ഒന്നും അല്ലേലും ഒരു പോലീസ് അറിയാൻ പോകുന്നതല്ലേ, അപ്പം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഒരു പക്ഷേ ഇനിയിപ്പോൾ എന്തേലും കള്ളക്കേസ് കുടുക്കി നിന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ആ കൃഷ്ണമംഗലംകാര്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മിത്രയ്ക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. അപ്പം മിത്രയുടെ ആ മോഹം അതില്ലാതാക്കുന്ന അച്യുതൻ അലോകൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും മിത്ര പോലീസുകാരെ ആവില്ലെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് തന്ത്രം പ്രയോഗിക്കാനായിട്ടും അവർ തയ്യാറായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ആരും വിട്ടുകൊടുക്കുവോ? മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ആരും തയ്യാറായിട്ടിരിക്കുക. അവരെ പോലീസുകാരായിട്ട് കാണുന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാലൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും കൃഷ്ണമംഗലംകാരുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.